ഈ ഡബിങ് ഓർ ആക്ടിങ് ഒരെണ്ണം ചൂസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ചെയ്യും? ഞാൻ ആക്ടിങ് തന്നെ ചൂസ് ചെയ്യുള്ളൂ. കാരണം എനിക്ക് എൻ്റെ പാഷൻ അല്ലെങ്കിൽ എനിക്കിഷ്ടം ആക്ടിങ് തന്നെയാണ്. ഈച്ച എന്ന് പറയുന്ന സിനിമ ഞാൻ ഡബ് ചെയ്യുന്ന സമയത്ത് ഈച്ചയില്ല. അയാളുടെ ചെവിയിൽ വന്ന് ഈച്ച അയാളെ ബുദ്ധിമുട്ടിക്കുന്ന, അതായത് സുദീപിൻ്റെ ക്യാരക്ടർ ഈച്ച ചെവിക്കകത്ത് വന്ന് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഇയാളുടെ റിയാക്ഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഈച്ച ഇല്ലാതെയാണ് ഞാൻ ചെയ്തത്. അത് തെലുങ്ക് അവർ ചെയ്തേക്കുന്ന പോലെ തന്നെ നമ്മളും ചെയ്തു. അതിനുശേഷമാണ് ഈച്ചയെ ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് കൊണ്ടുവന്നത്. സ്റ്റീഫൻ സ്പിൽബർഗിന്റെ പടത്തിൽ അഭിനയിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടുകൂടാ. പക്ഷെ എനിക്ക് ഇംഗ്ലീഷ് അത്ര പോരാ. മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്തോന്ന് ആഗ്രഹിച്ച് നമ്മളത് നമ്മുടെ മനസ്സിൽ നടന്നു എന്ന് പ്ലാൻ ചെയ്തിട്ട് നടക്കുന്ന കാര്യങ്ങളെ ആഗ്രഹിക്കാവൂ. അതാദ്യം പഠിക്കും. മദ്രാസിൽ പ്രേംനസീറിനെ ഔട്ടാക്കണമെന്ന് കരുതിയാ പോയത്. പിന്നെ പട്ടിണി കിടന്ന് ചാണ്ടല്ലോ എന്ന് കരുതി നാടകത്തിന് പോയി. അങ്ങനെ നാടകം ജീവിതമാർഗം അപ്രോച്ച് മാറിയിട്ടില്ല. ശ്രീനിവാസൻ അന്ന് അടയാറിൽ നിന്ന് ഇതെല്ലാം കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന സമയം പുള്ളി ഒരു സാധാരണ മനുഷ്യൻ. അപ്പോൾ ഒരിക്കലും പറയത്തില്ല ഒരു സിനിമാ നടനാണെന്നോ അഭിനയിക്കാൻ വരുന്നത്. അപ്പോഴാണ് അവർ വന്നിട്ട് ഒരു ശാന്തനോ അങ്ങനെ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു അസോസിയേറ്റ്. പുള്ളി മനസ്സിലായില്ല, പുള്ളി ശ്രീനിവാസൻ അടയാർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊക്കെ വന്നാണ് എന്നിങ്ങനെ പറഞ്ഞു. അപ്പം പറഞ്ഞു പുള്ളി സിനിമയിൽ അഭിനയിക്കാൻ വന്നിരിക്കുകയാണോ എന്ന്. ആ കാലഘട്ടത്തിൽ സിനിമയുടെ കാര്യമാണ്. ഹലോ എവരി വൺ, ദൃഢം സിനിമയുടെ വിശേഷങ്ങളുമായി സിനിമയുടെ ടീം നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുകയാണ്. ഹലോ, നമസ്കാരം. ദൃഢം സിനിമ നമ്മളിലേക്ക് എത്തുകയാണ്. എന്താണ് ദൃഢം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്? എന്തായാലും ദൃഢമായിരിക്കും. നമുക്കറിയാം ഏതൊരു ജോണർ അങ്ങനെയൊന്നും പറയാൻ പറ്റുന്നില്ല. കാരണം നമുക്ക് ട്രെയിലർ കാണുമ്പോഴത്തേക്കും കുറെ കൺഫ്യൂഷൻ ആവും എങ്ങനെയാണ് ഈ സിനിമ പോകുന്നത് എന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് വേണ്ടി എന്താണ് ഒറ്റ വാക്കിൽ ഒരുക്കി വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ എന്തായാലും ഒരു നല്ല സിനിമ ആയിരിക്കും. ഒരു എന്താ പറയുക, നമ്മുടെ ഒരു പുതിയ ജോലിയിലേക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ ഏത് മേഖലയിലും, ഇന്ന മേഖലയെന്നില്ല, ഏത് മേഖലയിലായാലും ഒരു പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കുന്ന എല്ലാവർക്കും ഒരു മെസ്സേജ് കിട്ടത്തക്ക രീതിയിലുള്ള ഒരു സിനിമയാണ്. പക്ഷെ നമ്മളത് പറയുന്നത് ഒരു പോലീസിൻ്റെ പശ്ചാത്തലത്തിലാണെന്ന് മാത്രമേ ഉള്ളൂ. പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു പുതിയ ഓഫീസർ ജോയിൻ ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ പോസ്റ്റിംഗ് ആണ്. ആ ഒരു വളരെ സാധാരണ ഒരു എന്താ പറയുക, ഒരു ഗ്രാമാന്തരീക്ഷത്തിലുള്ളൊരു പോലീസ് സ്റ്റേഷൻ. അവിടെ വളരെ സമാധാനപരമായ രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. പക്ഷെ ഇദ്ദേഹം ജോയിൻ ചെയ്തതിന് ശേഷം ഉണ്ടാകുന്ന ചില ഇഷ്യൂസ് ഉണ്ട്. പോലീസ് സ്റ്റേഷൻ ആകുമ്പോൾ എല്ലായിടത്തും ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും, പല പല കേസുകളുണ്ടാവും. അപ്പോൾ ഒരു പുതിയ SI അയാൾ ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അയാൾക്കുണ്ടാകുന്ന ഇതുപോലുള്ള പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളെ അദ്ദേഹം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, എങ്ങനെ നേരിടുന്നു, അത് പല ഘട്ടങ്ങളിലും ദൃഢമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്നുണ്ട്. അത് അദ്ദേഹം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അപ്പോൾ അത് നമ്മളിപ്പോൾ പോലീസ് സ്റ്റേഷൻ്റെ പശ്ചാത്തലത്തിൽ പറയുന്നു. ഇതിപ്പോൾ ഈ പോലീസ് സ്റ്റേഷൻ മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും ആക്കിയാലും, ഒരു ഓഫീസാക്കിയാലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു മേഖലയാക്കിയാലും അവർക്ക് എല്ലാവർക്കും ബാധകമാകുന്നതാണ് ഈ പടത്തിലെ ഈ ഒരു മെസ്സേജ്. ഉണ്ടാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഏത് മേഖല. അതാണ് വരുന്നത്. സാധാരണ നമ്മൾ ഇന്റർവ്യൂ എടുക്കുമ്പോഴേ ഇപ്പൊ 4 പേര് ഇരിക്കുമ്പോഴത്തേക്കും 4 പേരും വ്യത്യസ്ത കഥാപാത്രങ്ങളായിരിക്കും ആ സിനിമയിൽ ചെയ്തിരുന്നത്. ഇതിൻ്റെ അകത്ത് 4 പേരും പോലീസാണ്. അതെ, ഞങ്ങൾ 4 പേരും പോലീസാണ്. അതെ, സീനിയോറിറ്റി വ്യത്യാസം മാത്രമേ ഉള്ളൂ. എല്ലാവരും ഒരേ യൂണിഫോം ആണ് ഇട്ട് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ഈ വ്യത്യസ്തമായ പോലീസ്, നിങ്ങൾ 4 പേരും വ്യത്യസ്തമായ പോലീസുകാരാണ്. അപ്പൊ നിങ്ങളുടെ ഒരു രീതി, അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ പറയാൻ പറ്റുന്ന പോലെ ഒന്ന് പറയാം, എങ്ങനെ പറയും? കാരണം കൂടുതൽ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അല്ല, ഇതിലിപ്പോൾ എൻ്റെ ക്യാരക്ടർ ASI ആണ്, ആ സ്റ്റേഷനിലെ ASI. അപ്പോൾ SI ചാർജ് എടുത്തിട്ടില്ല. അപ്പോൾ ആ SI ചാർജ് എടുക്കുന്നവരെ ആ സ്റ്റേഷനിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഞാനാണ് അവിടുത്തെ സീനിയർ ASI. ഇദ്ദേഹമാണ് സീനിയർ കോൺസ്റ്റബിളാണ്. കുട്ടമ്പിള്ള എന്ന് പറയാൻ പറ്റില്ല. കഥാപാത്രത്തിന്റെ പേര്. പിന്നെ ഇവര് രണ്ടുപേരും കോൺസ്റ്റബിൾസ് ആണ്. ബിബീഷ് എന്ന് പറഞ്ഞ ആനന്ദ് മനോഹർ ജോയിൻ ചെയ്തിട്ട് ഒരു 5 വർഷമൊക്കെ. ഇനി ഒരാളും കൂടി ഉണ്ട്, ദിനേശ് പ്രഭാകർ. പിന്നെ 2 വനിതാ
ഉണ്ട്. പോലീസ് കോൺസ്റ്റബിൾമാരുണ്ട്. ഇത്രയും പേരാണ് വരുന്നത് നമ്മുടെ അത്രയും പേരാണ് ആ സ്റ്റേഷനിൽ. സ്റ്റേഷനിലുള്ളത്. ഉം. അത് വേറെ ആളുകൾ ഡ്യൂട്ടിയിലൊക്കെ ഉണ്ടാവും. അല്ല ആ സ്റ്റേഷനിൽ മെയിൻ പ്രധാനമായും ആയിട്ട് ഞങ്ങളാണ് ഇവരാണ് കൈകാര്യം ചെയ്യുന്നത്. ചെയ്തത്. ആധിപത്യം ഇവർക്കാണ്. ആണ്. ഓക്കെ ഓക്കെ. നമ്മുടെ സിനിമയിലേക്ക് വരുമ്പോൾ ഏറ്റവും ആദ്യം ഒരു കോള് വന്നത് എങ്ങനെയായിരുന്നു? ഒരു ഓഡിഷൻ ഉണ്ടായിരുന്നോ ഇങ്ങനെ നമ്മൾ തന്നത്? ഫോണിലൂടെയാണ്. ആരോടെ അല്ല ആദ്യം നന്ദനുണ്ണി പറയട്ടെ. നന്ദനുണ്ണിയെ പറയട്ടെ ആദ്യം. എനിക്ക് കോള് ഞാൻ ജിത്തു സാറ് വഴിയാണ് ഞാൻ ഈ വന്നത്. സിനിമയിലേക്ക് വരുന്നത്. സാറാണ് എന്റെ പേര് മാർട്ടിന്റെ അടുത്ത് സജസ്റ്റ് ചെയ്തത്. എന്താ ഇല്ല അത് പിന്നെ പറയാം. മമ്മൂട്ടി സാറാണ് മാർട്ടിന്റെ അടുത്ത് എനിക്ക് മാർട്ടിനെ പരിചയമില്ലായിരുന്നു. സാറാണ് എൻ്റെ പേര് സജസ്റ്റ് ചെയ്തത്. സാർ ഒരു ദിവസം പറഞ്ഞു, ഞാൻ സാറിൻ്റെ പടത്തിൽ ഞാൻ എല്ലാ പടത്തിലും അവസരം ചോദിക്കാറുണ്ടായിരുന്നു, വർഷങ്ങളായിട്ട് അറിയാം സാറിന്. അപ്പോൾ ഇങ്ങനെ ആട്ടം എന്നുള്ളൊരു സിനിമ കണ്ടിട്ട് സാറ് അഭിപ്രായമൊക്കെ പറഞ്ഞപ്പോഴേക്കും എനിക്ക് സാറിനെ വീട്ടിൽ പോയി കാണാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നു. കുറേ നേരം സംസാരിച്ചു, നാട്ടത്തെ പറ്റി സംസാരിച്ചു. അപ്പോൾ ഇറങ്ങാൻ നേരത്ത് ഞാൻ സാറിനോട് പറഞ്ഞു, സാറിൻ്റെ ഒരു അടുത്ത പടത്തിലൊരു അവസരം നമുക്ക് നോക്കാം, നല്ല പരിപാടി വരുമ്പോൾ പറയാമെന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് കളി കഴിഞ്ഞിട്ടാണ് സാർ എന്നെ വിളിച്ച് പറയുന്നത്. ഞാൻ എന്തൊരു ആവശ്യത്തിന് വിളിച്ചത്. അപ്പോൾ സാറ് പറഞ്ഞു എൻ്റെ അസിസ്റ്റൻറ്റ് എൻ്റെ അസോസിയേറ്റ് പടം ചെയ്യുന്നുണ്ട്, മാർട്ടിൻ ജോസഫ്. അപ്പോൾ നന്ദൻ്റെ പേര് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, ഫൈനൽ കോള് ഡയറക്ടറുടെ ആണ്. താങ്ക് യു സാർ എന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ വിളിച്ചു, ദീപക് കൺട്രോൾ വിളിച്ചു. അപ്പോൾ മാർട്ടിനൊന്ന് വന്ന് കാണണമെന്ന് പറഞ്ഞു. കഥ കേട്ടു. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ അതിലൊരു ഷെയ്ൻ നിഗത്തിൻ്റെ കൂടെ ത്രൂ ഔട്ടൊരു കോൺസ്റ്റബിൾ ക്യാരക്ടറാണ്. അങ്ങനെയാണ് ഞാൻ ഈ സിനിമയിലേക്ക് വരുന്നത്. നല്ലൊരു ബാനറിൽ വരുന്നു പടം 2 A4 സാറിൻ്റെ ബെഡ് ടൈം സ്റ്റോറീസിൻ്റെ ബാനറിൽ നല്ല സിനിമയിൽ നല്ലൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയില്ല. ഒരുപാട് സന്തോഷം. ഓക്കെ. ശോഭിച്ചേട്ടൻ്റെ കോള് വന്ന സമയത്ത് ഏത് പോലീസ് അപ്പൊ ഇനി ഒന്നുകൂടെ ചെയ്യണോ അങ്ങനെ ഒരു തോട്ട് വന്നായിരുന്നോ? അല്ല പോലീസ് ഞാൻ സത്യം പറഞ്ഞാൽ ഒരുപാട് പോലീസ് ചെയ്തുകൊണ്ട് പോലീസ് ക്യാരക്ടർ ചെയ്യണ്ട എന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ ജിത്തു സാറിൻ്റെ റാം എന്ന് പറയുന്ന സിനിമ ഇതുവരെ ഇറങ്ങാത്തൊരു സിനിമയാണ്. ആ സിനിമയിൽ ഒരു പോലീസ് വേഷം തന്നെ ചെയ്തിട്ടുണ്ട്. അത് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ അവിചാരിതമായിട്ട് എനിക്കൊരു വാട്സപ്പിൽ കോൾ വന്നു, ഒരു മെസ്സേജ് വന്നു, പിന്നെ പോലെ ഒരു സിനിമയിലേക്ക് ഒരു ഫോട്ടോ വേണമെന്ന് പറഞ്ഞിട്ട് വന്നു. അപ്പോൾ ഫോട്ടോ വേണമെന്ന് ഞാൻ ചോദിച്ചു, എന്തിനാന്ന് ചോദിച്ചു. പറഞ്ഞു ഒരു ക്യാരക്ടർ ഉണ്ട് അതിന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അത് അല്ല ആരുടെ പടമാണെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ ചോദിക്കുമല്ലോ ആരാണ് ഡയറക്ടർ, എന്തൊക്കെയാണ് സംഭവങ്ങളും ചോദിക്കുമല്ലോ. അപ്പോൾ അവരെഴുതി അയച്ചത് ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന മോഹൻലാൽ ചിത്രം. ഞാൻ ഞെട്ടിപ്പോയി. പക്ഷെ പിന്നെ എനിക്കൊരു ഡൗട്ട്, ഇതെന്നെ ആരോ കളിയാക്കുന്നതാണല്ലോ. ഇങ്ങനെ പറഞ്ഞാൽ നമ്മളെ എന്തെങ്കിലും നമ്മുടെ ഫ്രണ്ട്സ് തന്നെ നമ്മളെ കളിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ ഈ നമ്പർ സേവ് ചെയ്തിട്ടില്ല, എനിക്ക് മെസ്സേജ് വരുന്ന നമ്പർ. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചു വേണ്ട, റിപ്ലൈ കൊടുക്കണ്ട, വിട്ടേക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ വിചാരിച്ചു ഇനി അഥവാ ആണെങ്കിലും എന്തായാലും ഫോട്ടോ ഇട്ട് കൊടുത്തേക്കാം. അങ്ങനെ ഫോട്ടോ ഇട്ട് കൊടുത്ത്. അതാണ് റാം എന്ന് പറയുന്ന സിനിമ. അപ്പോൾ അങ്ങനെ ജിത്തു സാറുമായിട്ട് സഹകരിക്കാനുള്ള ഒരു അവസരം കിട്ടി. പക്ഷേ അതിൻ്റെ ഡബ്ബിങ് സമയത്ത് സാർ എന്നോട് പറഞ്ഞു, നമുക്ക് വേറെ നല്ല സാധനം ചെയ്യാം, നിങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിട്ടിരുന്നു. പിന്നീട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പുള്ളിയെ വിളിക്കാമെന്നില്ല. ഞാനിങ്ങനെ ഇപ്പോൾ നന്ദനുണ്ണി വിളിക്കുന്ന പോലെ നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ പുള്ളിയെ വിളിച്ച് ചലഞ്ച് ചെയ്യാൻ നിൽക്കാറില്ല. ഞാൻ സ്ഥിരമായിട്ടൊന്നും വിളിക്കാറില്ല. സാറിന്റെ പല അനൗൺസ് ചെയ്യുമ്പോൾ നമ്മൾ ട്രൈ ചെയ്യാറുണ്ട്. അല്ല നന്ദനുണ്ണി വിളിക്കുന്നത് അത് മോശമാണെന്നല്ല ഞാൻ പറഞ്ഞേ. അങ്ങനെ വിളിക്കണം, അങ്ങനെ വിളിക്കണം. വിളിക്കുന്നതിൽ കുഴപ്പം പുറകെ നടന്ന് ശല്യം ചെയ്യുന്നില്ലെന്നാണ്. ഇല്ല, ഞാൻ ആ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നീട് വരുന്നത് ദൃഢത്തിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. അത് ഞാൻ പോയി കഥ കേട്ടു. അപ്പോൾ മാർട്ടിനാണ് കഥയൊക്കെ പറഞ്ഞത്. അത് എനിക്കിഷ്ടപ്പെട്ടു. കാരണം പോലീസ് സ്റ്റോറിയാണ്, ഞാൻ പോലീസ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ എങ്കിലും ഈ സ്റ്റോറി കേട്ടപ്പോൾ ചെയ്യാം, അത് ചെയ്യുന്നതിൽ തെറ്റില്ല, നല്ലതായിരിക്കും എന്ന് തോന്നി. അങ്ങനെയാണ് ദൃഢത്തിലേക്ക് എൻ്ററായത്. ദൃഢത്തിന് ഷൂട്ടിങ്ങിന് വന്നിട്ടാണ് ഇവരെ എല്ലാവരെയും ഞാൻ വിനോദ് ബോസിനെയും നന്ദനുണ്ണിയെയും പരിചയപ്പെടുന്നത് തന്നെ ഇതിന്റെ ലൊക്കേഷൻ. ചേട്ടനെ മാത്രമേ പരിചയമുണ്ടായിരുന്നു. അല്ല, രമേശ് ചേട്ടനെ നേരത്തെ അറിയാം, പക്ഷെ ഞങ്ങൾ തമ്മിൽ അത്ര ക്ലോസ് ആയിരുന്നില്ല. പക്ഷേ ഈ പടത്തിന് വന്നതിന് ശേഷം 40-60 ദിവസം ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം അതിനു മുമ്പ് പരിചയമുണ്ട്, ഇത്ര ക്ലോസ് അല്ല. അല്ല അതിനു മുമ്പുള്ള പരിചയം ഇതാ.
എന്താണ് ഉപ്പുമുളക് ഉപ്പുമുളകിൽ എൻ്റെ അച്ഛനായിട്ടായിരുന്നു. ഓ അതാണ് മകനെ പക്ഷെ വിളിച്ചത്. അത് പക്ഷേ കുറച്ചേ ഉള്ളായിരുന്നു. ആ. കുറച്ച് ദിവസമേ ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നു. സീനുള്ളായിരുന്നു. മതി, അതൊക്കെ മതി, അത്രേ ഉള്ളൂ. ധാരാളം മതി. പക്ഷേ ഇത്രയും ഇത്രമാത്രം close ആവാനുള്ള- ഇത്രയും ക്ലോസ് ആയത് ഈ സിനിമയുടെ ഒരു ഫാമിലി പോലെ ആയിട്ട് ഇപ്പോഴും ഞങ്ങളത് കീപ്പ് അടയും ചെയ്യുന്നുണ്ട്. ചക്കരയും പോലെ ആയത് പിന്നീടാന്നുള്ളത്. ഈ സിനിമയിലെ ശേഷമാണ്. ഞങ്ങൾ വളരെ എൻജോയ് ചെയ്ത് ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ പോലെ ഈ സിനിമയുടെ ഞങ്ങൾ ഷൂട്ടിംഗ് താമസിച്ച സ്ഥലത്ത് ചേച്ചിയുണ്ടോ, ശോഭിച്ചാന്റെ വൈഫ് ഉണ്ടായിരുന്നു. ചേച്ചിയാണ് ഞങ്ങൾക്ക് ഫുഡൊക്കെ കുക്ക് ചെയ്ത് ഞങ്ങളൊരു ഫാമിലി പോലെ തന്നെ ഇപ്പോഴും ഞങ്ങളത് കീപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഉണ്ടായിരുന്നു അവിടെ. ഇല്ല നമ്മളില്ലായിരുന്നു. ഇപ്പൊ ഫുഡ് കിട്ടാറില്ലെന്ന് രമേശ് ചേട്ടൻ ഇറങ്ങി വരാറില്ല റൂമിൽ അല്ലേ? അല്ല എത്ര ദിവസം ഉണ്ടായിരുന്നു ഷൂട്ട്? 55 ദിവസം. 55 ദിവസം ഒരുമിച്ചായിരുന്നു സ്റ്റേയും എല്ലാം. നല്ല കാരണം അത് തീർന്നപ്പോൾ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ഭയങ്കര വിഷമമായിരുന്നു. പക്ഷെ തീർന്നല്ലോ. പോകണമല്ലോ എന്നുള്ളത്. ഓക്കെ, ചേട്ടൻ എങ്ങനെയായിരുന്നു കോള്? ഇവർ ഒരാൾ പുറകെ നടന്നു എന്ന് പറഞ്ഞു, ഒരാള് ഇങ്ങോട്ട് വിളിച്ചെന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെ വിളിച്ച് കൺട്രോളർ പറഞ്ഞു ദീപക്ക് വിളിച്ച്, ചേട്ടാ ഇങ്ങനെ ഒരു പടമുണ്ട്, ജിത്തി ജോസഫ് സാറിൻ്റെ ഒരു പടമാണ് പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പം ഞാൻ പെട്ടെന്ന് ഏന്നു ചോദിച്ചു. ഞെട്ടിപ്പോയി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ദൃശ്യം തുടങ്ങി അന്ന് പോലെ ഞാൻ വിളിക്കുന്ന അദ്ദേഹത്തെ വിളിച്ചിട്ടില്ല. കൂട്ടുണ്ട് കേട്ടോ. അദ്ദേഹത്തെ ഞാൻ കോള് മാത്രമേ ഉള്ളൂ. ഞാനും അദ്ദേഹത്തെ കിട്ടത്തില്ല, അദ്ദേഹത്തെ കിട്ടിയിട്ടില്ല, ഒരിക്കലും കിട്ടിയിട്ടില്ല. ഇന്നും നേരിട്ട് മുഖാമുഖം ഞങ്ങൾ സംസാരിച്ചിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ വൈഫിനെ ഒരു പ്രാവശ്യം ഫോണിൽ കിട്ടി. ഞാൻ പറഞ്ഞൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇന്നലെ എനിക്ക് സാറിന്റെ ഒരു പടത്തിൽ അഭിനയിക്കണമെന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്റെ ആഗ്രഹം നടന്നിട്ടില്ല. അസോസിയേറ്റിന്റെ പടം ചെയ്തു, സാറിന്റെ പടം ബാക്കിയാണ്. അങ്ങനെ പറഞ്ഞ് പുള്ളിക്കാരോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇതായിട്ട് ഉള്ളത്. അതിനുശേഷം സാറിനോട് പറയും, ഇന്ന് വരെ ഞാൻ ചോദിച്ചിട്ടില്ല, പറയുന്നത് ഇനി ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. അല്ല, സാറിന്റെ പടത്തിൽ അഭിനയിച്ചിട്ടില്ലല്ലോ? ഇല്ല. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഉണ്ട് അഭിനയിക്കാൻ. വിനോദ് അഭിനയിച്ചാണ് ഓൾറെഡി. ഇനിയിപ്പൊ അതിനായിട്ട് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. അതിനെല്ലാം അറിഞ്ഞിങ്ങോട്ട് ചെയ്തോളൂ എന്നുള്ളതാണ് വിശ്വാസത്തിലാണ്. വിനോദ് അഭിനയിച്ചിട്ടുണ്ട്. ഞാന് എന്റെ പറ്റിയിട്ടുണ്ട് സാർ. അല്ല, ഞാനേ ഇപ്പൊ എല്ലാരും ചാൻസ് ചോദിച്ചായിരുന്നു. ഞാൻ 8 വർഷം പുറകെ നടന്ന് ദൃശ്യം 2 ചാൻസ് വാങ്ങിച്ചാ. അപ്പൊ അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഞാൻ പുറകെ നടക്കുന്നത് അങ്ങനെ സമ്മതിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് മനസ്സമാനത്തോടു കൂടി കഴിഞ്ഞിട്ടില്ല. ജിത്തു സാർ 8 വർഷം സഹിച്ച്. അത് കഴിഞ്ഞിട്ട് കൂമനില് ഞാൻ ആസിഫിന്റെ കൂടെ. അപ്പൊ അന്ന് ദൃശ്യം 2 ചെയ്യണ സമയം തൊട്ട് മാർട്ടിനെ പരിചയമുണ്ട്. മാർട്ടിൻ അന്ന് അസിസ്റ്റന്റ് ആയിട്ട് കയറിയ സമയം. അന്ന് തൊട്ട് മാർട്ടിനായിട്ട് കമ്പനിയാണ്. അപ്പൊ മാർട്ടിൻ ഞാൻ നരിവേട്ട ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് എന്നോട് മെസ്സേജ് അയക്കുകയാണ്. വിനോദന്റെ ഫോട്ടോസോ വീഡിയോസോ ഒക്കെ ഒന്ന് അയച്ചേ, പോലീസ് വേഷത്തിലുള്ള. ഇപ്പോൾ കൂമനിൽ ഉൾപ്പെടെ ഞാൻ ചെയ്തേക്കണ 8ഓളം പോലീസ് പരിപാടികളുണ്ട്. ഓപ്പറേഷൻ ജാവ കഴിഞ്ഞ് മുഴുവൻ പോലീസാണ്, ദൃശ്യം 2 ഒഴിച്ച്. പിന്നെ കുറച്ച് വീഡിയോസ് അയച്ചു. അപ്പം ഞാൻ ഒപ്പം മാർട്ടിൻ്റെ ഒരു മെസ്സേജ് കൂടെ അയച്ചു, മാർട്ടി ആരുടെ പടാ? അപ്പോൾ മാർട്ടി എന്നോട് നുണയാ ശരി പറഞ്ഞു, എൻ്റെ ഒരു ഫ്രണ്ട് ഡയറക്റ്റ് ചെയ്യണ പടം ഏട്ടാ, നോക്കാൻ വേണ്ടിയിട്ടാ. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ ഈ പോലീസ് വേഷം അല്ലാതെ എന്തെങ്കിലും പരിപാടി കിട്ടുമെന്ന്. അപ്പോൾ ചോദിച്ചു, പോലീസ് ചെയ്യല്ലെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് പണി പാളിയോ, ഇനിയിപ്പോൾ തരികയല്ലേ? അപ്പോൾ ഞാൻ വിചാരിച്ചു, അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല, വേറെ ഒന്നുമില്ലെങ്കിൽ പോലീസ് ചെയ്യാം എന്ന് പറഞ്ഞു. എന്നിട്ട് ഇടയ്ക്ക് ഞാൻ ചാറ്റ് ചെയ്യുമ്പോൾ ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്, അവൻ വിളിക്കും. അങ്ങനെ മാറ്റി പറയണേ. ഇത് സുഹൃത്തിനോട് പറഞ്ഞിട്ടുണ്ട്, അവൻ വിളിക്കാൻ സാധ്യതയുണ്ട്, നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറയണില്ല. ഇത് കഴിഞ്ഞിട്ട് കൺട്രോളർ ദീപക്കേട്ടൻ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ എത്ര ദിവസം ഡേറ്റ് വേണം, ജിത്തു സാറിന്റെ പ്രൊഡക്ഷനിൽ മാർട്ടിൻ സംവിധാനം. മാർട്ടിൻ സംവിധാനം ചെയ്യും. അതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല. ആക്ച്വലി അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് എൻട്രി ആവുന്നത്. ഇത് വേറെ മാർട്ടിനാണ്. സെറ്റിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് രമേശ് ചേട്ടനായിരുന്നു. ഇതുപോലെ ഇങ്ങനെ ചാമായിട്ട് നിൽക്കുമായിരുന്നു എല്ലാരും. ദിനേശ് ചേട്ടൻ നമുക്ക് ഇഷ്ടം പോലെ പറഞ്ഞ് കളിപ്പിക്കാൻ പറ്റൂല. അതുകൊണ്ട് ഞങ്ങൾ കൂടുതലും നാടകത്തിലെ രമേശന്റെ കുറെ ഡയലോഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഞങ്ങൾ പറയിപ്പിക്കും. അതൊക്കെ പറയാൻ പറയും. വേണമെന്ന് പറയുന്നത് ഭയങ്കര കള്ളനാണ്. അവിടെ മുതൽ തുടങ്ങുന്ന എന്നോട് നാടകത്തിൽ ഒരു ഡയലോഗ് പറയാനുണ്ട്. ഞാൻ ഇന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പുറത്തു വിടാത്ത കാരണവശാലും പറയത്തില്ല. ഞങ്ങൾ ആദ്യത്തെ ദിവസം ജോയിൻ ചെയ്യുമ്പോൾ ഞാനും വിനോദ് നമ്മള് ഒരു സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മളെല്ലാരും ആദ്യത്തെ ദിവസം വന്നപ്പോഴേക്കും ക്യാരവൻ ഉണ്ട്, ഒരു വലിയൊരു ക്യാരവനിൽ 2 ഡോർ ഉണ്ടായിരുന്നു. അപ്പൊ പുറത്ത് നിന്ന് സ്റ്റാഫ് പറഞ്ഞു, അവിടെ ദിനേശും ഇന്ന ആളുമാണ്, ശോഭിച്ചേട്ടനുമാണ്, ഇപ്പുറത്ത് മുറിയിൽ വിനോദ്, ഇങ്ങനെയൊക്കെയെന്ന് പറഞ്ഞു.
ഞാൻ ഓക്കെ. ഇവര് അവിടെ ആ സ്റ്റാഫിനെ അറിയില്ല, നമ്മളെല്ലാരും ആകെ പരിചയമില്ലാതെ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രം, ഇവര് രണ്ടുപേരും മാത്രമേ ഉള്ളൂ. പിന്നെ അവനില്ല. ആദ്യ ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സെപ്പറേറ്റ്. പിന്നെ രണ്ടാമത്തെ ദിവസം തൊട്ട് രണ്ട് ഡോർ വഴി കയറുന്നുള്ളൂ, അകത്തൊക്കെ ഞങ്ങൾ ഒരേ ഒരുമിച്ചാണ്. അത്രയും ക്ലോസ് ആയി. ഞങ്ങൾ പിന്നെ പാട്ട് പാടി, ദിനേശ് ചേട്ടൻ പാട്ട് പാടും, കൃഷ്ണപ്രഭ പാട്ട് പാടും, ഞങ്ങളെല്ലാരും പാട്ട് പാടി, കുട്ടി ചേട്ടൻ പാട്ട് പാടും. അപ്പൊ നീ പാടത്തില്ലേ? ഞാൻ രണ്ടുപേരിലും ഓടും. രണ്ടുപേരും നിർത്തി. രണ്ടുപേരും പാട്ട് ഇരുവരി പാട്ടും മുളവേന്നോ എന്താ ഒരു വരി ഒരു വരി. സത്യം പറഞ്ഞാലേ ആകെ കൂടെ സിനിമയിൽ എന്തെങ്കിലും ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു ചെറിയ ഒരു മനസ്സിനൊരു ഇത് അല്ലെങ്കിൽ ഒരു സഹിക്കേണ്ട വരുന്ന ഒരു സംഭവം അത് ഇതിന്റെ പാട്ടായിരുന്നു. ബാക്കിയെല്ലാം ഓക്കെ. അല്ല അതിന്റെ പ്രത്യേക ദൈവം തമ്പുരാൻ ഒരു കാര്യമുണ്ട്, എന്തെങ്കിലും ഒരു വിഷമം കൊടുക്കാതിരിക്കും ആർക്കും. അതെ അങ്ങനെ ഇതായിട്ടില്ല. അല്ല ഒരു കാര്യമുണ്ട്, പക്ഷെ വേറെ കാര്യമുണ്ട്, അവര് വിഷമം കൊടുക്കാതിരിക്കും. വേറൊരു കാര്യമുണ്ട്, ഈ വിനോദ് ബോസ് പാടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് വരിയെ പാടുള്ളൂ. ബാക്കി നമ്മള് പാട്ട് നമ്മൾ കേൾക്കുമ്പോഴല്ലോ ഗംഭീരമായിട്ട് പാടുന്നത്, പക്ഷെ ബാക്കി പാടില്ല. അറിയില്ല, അതാണ് വാസ്തവതാണ്. എല്ലാത്തിനും രണ്ടുപേരേക്കുള്ളൊന്നും അറിയില്ല ആക്ച്വലി. അപ്പൊ ആ സമയം കഴിഞ്ഞ് സിനിമ മാറി, സിനിമയോടുള്ള നമ്മുടെ അപ്രോച്ച് മാറിയോ? ആ സമയത്ത് സിനിമയിലുണ്ട്. അല്ല, ആ സമയത്ത് സിനിമ അഭിനയിച്ചിട്ടുണ്ട്. നസീർ സാറിന്റെ കൂടെയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തുടങ്ങിയത്. ആ സമയത്ത് നമ്മുടെ വിൻസെന്റ്, പ്രമീള, സുധീർ. അന്ന് ചെറുപ്പക്കാരനല്ലേ, നമുക്ക് മനസ്സിലാകില്ല. അല്ല, ഏത് സിനിമ അഭിനയിച്ചേ? നസീർ സാറിന്റെ ആണോ ജയൻ സാറിന്റെ ആണോ? ഏതാണെന്ന് പറഞ്ഞില്ലേ? ഈ സിനിമ ഇതാണ് താലപ്പൊലി. ഓക്കെ. അപ്പൊ മുതലേ അപ്പൊ ഈ സിനിമയോടുള്ള ഒരു അപ്രോച്ച് മാറിയപ്പോ ചേട്ടന്? അത് പിന്നെ പട്ടിണി കിടന്ന് ചാകണ്ടല്ലോ എന്ന് കരുതി നാടകത്തിന് പോയി. അങ്ങനെ നാടകം ജീവിതമാർഗം. അപ്രോച്ച് മാറിയിട്ടില്ല. മദ്രാസിൽ പ്രേം നസീറിനെ ഔട്ടാക്കണമെന്ന് കരുതിയാ പോയത്. പക്ഷെ പട്ടിണി കിടന്ന് ചത്തു പോകുന്ന കരുതിയപ്പോ തിരിച്ചു പോകുന്നു. പക്ഷെ പുള്ളി ഔട്ടാവണ്ടേ? പുള്ളി സമ്മതിക്കുന്നില്ല ഒരു രീതിയിൽ. എന്ത് ചെയ്യാനായിട്ട്? അതെ, അവസാനം നമ്മൾ എത്തി. ഞങ്ങള് മദ്രാസിൽ നിന്ന സമയത്ത് ഇതിപ്പോ ഇതിന്റെ അകത്ത് വന്ന് പറയുമ്പം കുഴപ്പമില്ലല്ലോ, ഇതൊക്കെ മുറിച്ച് മാറ്റിയേക്കണേ. ശ്രീനിവാസൻ അന്ന് അടയാറിൽ നിന്ന് ഇതെല്ലാം കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന സമയം. അപ്പൊ ഞങ്ങൾ ഡബിങ്ങിലൂടെയൊക്കെ ഈ ഭക്ഷണം കഴിക്കാനായിട്ട് അരി മേടിക്കാനൊക്കെ പൈസ ഉണ്ടാക്കുന്നത്. അപ്പൊ അങ്ങനെ ഡബിങ്ങിന് വന്നപ്പോഴത്തേക്കും അദ്ദേഹം വന്നിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ഇവിടെ വന്ന് ഇരിക്കുമ്പോൾ നമ്മൾ അദ്ദേഹത്തെ കഴിച്ച് പുള്ളിയൊക്കെ സിനിമയിൽ അഭിനയിക്കാൻ വന്നിരിക്കുകയാണോ എന്താണെന്ന് ചോദിച്ച് ഞങ്ങളിങ്ങനെ കളിയാക്കും. നമ്മള് സഫാരി സൂട്ടും ഒക്കെ ഇട്ടല്ലേ നിൽക്കുന്നത്. പുള്ളി ഒരു സാധാരണ മനുഷ്യൻ, അപ്പോൾ ഒരിക്കലും പറയത്തില്ല ഒരു സിനിമാ നടനാണെന്നോ അഭിനയിക്കാൻ പറ്റുന്നത്. അപ്പോഴാണ് അവർ വന്നിട്ട് ഒരു ശാന്തനോ അങ്ങനെ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, ഒരു അസോസിയേറ്റ്. പുള്ളി മനസ്സിലായില്ലേ, പുള്ളി ശ്രീനിവാസൻ അടയാർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊക്കെ വന്നാണ് എന്നിങ്ങനെ പറഞ്ഞു. അപ്പം പറഞ്ഞു പുള്ളി സിനിമയിൽ അഭിനയിക്കാൻ വന്നിരിക്കുകയാണോ എന്ന്. ആ കാലഘട്ടത്തിലെ സിനിമയുടെ കാര്യമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പം അങ്ങനെ വന്നതിന് ശേഷം ആ പടത്തിൽ ഇനിയെങ്കിലും എന്നും പറഞ്ഞൊരു പടം അവിശേഷിക്കാൻ, ആ പടത്തിൻ്റെ ഡബിങ്ങിനകത്ത് ഒരു ജാഥ ഹർത്താൽ ആചരിക്കാൻ പോകുന്നതിൻ്റെ തലേദിവസമുള്ള ഒരു അനൗൺസ്മെൻറ്റ്. കാഞ്ഞൂർ കടപ്പുറത്ത് പോലീസ് നൽകിയ മൃഗീയ മർദ്ദനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് നാളെ മുതൽ ഹർത്താൽ ആചരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഒരു പറഞ്ഞു പോകും. പലരും പറഞ്ഞിട്ട് ശരിയാകുന്നില്ല. അവസാനം സാർ അവിടെ നിന്ന് ശ്രീനി നീ ഒന്ന് പറഞ്ഞേ എന്ന് പറഞ്ഞ് വിളിച്ചു. പിന്നെ ഈ പുള്ളി വന്ന് കയറി അവിടെ നിന്ന് കയറി എന്ന് വെച്ച് പറഞ്ഞു കാഞ്ഞൂർ കടപ്പുറത്ത് പോലീസ് നൽകിയ എന്ന് പറഞ്ഞ ആ ഒരു റെൻഡറിങ്ങിൽ അങ്ങനെ പറഞ്ഞു. ഓക്കെ റെഡി എന്ന് പറഞ്ഞു. അന്നേരം മുതൽ നമ്മൾ ടെസ്റ്റ് ചെയ്തു ഇങ്ങനൊരു ആർട്ടിസ്റ്റാണ്, ഒരു കലാകാരനാണെന്നുള്ളൊരു മനസ്സിലായി. അത് കഴിഞ്ഞതിന് ശേഷം പോകുന്ന ചോദിച്ചു പിന്നെ അദ്ദേഹം എവിടെ പോയി നിൽക്കുന്നു. അപ്പോൾ നമ്മളിവിടെ പഴയ നാടകം ചവിട്ടി അങ്ങനെ നടക്കുന്നു. പഴയ നാടകം ചവിട്ടിന്ന് പുച്ഛിച്ച് പറയുന്നതല്ല, നാടകത്തിൽ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. ബേസിക്കലി ഉള്ളതാണ് അത്. അപ്പൊ അങ്ങനെ ഞാൻ പറയത് നമ്മളെ നസീറിനെ ഔട്ടാക്കാൻ ചെന്നാണല്ലോ എന്നൊക്കെ പറഞ്ഞാണ് ഓരോരുത്തർ എന്നെ പറഞ്ഞ് അവര് കളിയാക്കുന്നത്. ഇങ്ങനെ അന്ന് നിന്നപ്പോഴത്തേനും പിന്നെ ചാൻസ് ഒന്നും കിട്ടിയില്ലല്ലോ, അങ്ങനെ നമ്മൾ പോകുന്നില്ല. പിന്നെ ഇടയ്ക്കൊക്കെ ഏതൊക്കെ കുറച്ച് പടത്തിലൊക്കെ അഭിനയിച്ചായിരുന്നു, ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ അഭിനയിച്ചു. അങ്ങനെ ആണ് പിന്നെ വീണ്ടും ഇതിലേക്ക് വന്നപ്പോഴാണ് ഒരു സിനിമാക്കാരനായപ്പോൾ ഉള്ള സന്തോഷം അതാണ്. അപ്പോൾ അത് നമ്മൾ ഓർത്തിട്ട് അവസ്ഥ ഓർത്ത് ഞാൻ പറയാം. അതുകൊണ്ട് നമ്മൾ വന്ന വഴികൾ മറക്കാൻ പാടില്ല ആരായാലും. ആ ഒരു ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും നടന്നു പോകുന്ന ആളുകൾ മുന്നോട്ട് പോകുമ്പോൾ ആ ഓർമ്മകൾ വേണം, എങ്ങനെ നമ്മളിവിടെ എത്തി എന്നുള്ളതിനെക്കുറിച്ച്. അത് നമ്മുടെ മുന്നോട്ടുള്ള വിജയത്തിന് ഗുണം ചെയ്യുമെന്നുള്ള അഭിപ്രായക്കാരനാണ്. അപ്പം അത് നമ്മുടെ ആ നിശ്ചയം ദൃഢമായിരിക്കണം.
അവിടാണ് ദൃഢം സിനിമയുടെ പ്രതി. അല്ല, നിങ്ങളുടെ ലൈഫിൽ ഇതുപോലെ ദൃഢമായിട്ട് എടുത്തുള്ള ഏതെങ്കിലും ഒരു തീരുമാനമുണ്ടോ, ലൈഫ് ടേണിംഗ് പോയിന്റ് ഒക്കെ ആയിട്ടുള്ളത്? പിന്നെ ഈ സിനിമ നിലനിൽക്കാൻ ശ്രമിക്കുക എന്നുള്ള ഒരു ദൃഢമായിട്ട് തീരുമാനത്തിന്റെ തീരുമാനമാണ്. ഭാഗമാണ്. പക്ഷെ അവൻ തേക്കച്ചവടത്തിന് പോയി ദൃഢതയൊക്കെ. എന്തോ നിലനിൽപ്പിന്റെ ഭാഗമാണല്ലോ. എന്തോ സൈഡായിട്ട് കുറച്ച് ബിസിനസ് ചെയ്തൂടെ? ആ തേൻ, തേൻ, ആ തേൻ. തേങ്ങാന്ന് കേട്ട്. My God. പ്രത്യേക തേങ്ങ ഒരു മോശമാണോ? കാന്താരി തേൻ, ആ, നെല്ലിക്കത്തേൻ, ഇഞ്ചിത്തേൻ. ഇഞ്ചിത്തേൻ. ബ്രാൻഡാണ് സൈഡായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെന്താ, അപ്പൊ ഇപ്പൊ ഒരു പ്രൊമോഷൻ. ഇതൊക്കെ ചെയ്യണം, ഇതൊക്കെ ചെയ്യണല്ലോ. അതെ. ഓക്കെ, ഇപ്പൊ ചേട്ടൻ്റെക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ചെറിയ വേഷങ്ങൾ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും നമുക്കത് ഓർത്തിരിക്കാൻ പറ്റും. അതെങ്ങനെ അത് ബാലൻസ് ചെയ്ത് കൊണ്ടുവന്നു? ചെറിയ വേഷങ്ങളോ? അപ്പൊ ഒരു സിനിമയിൽ ഒരു ക്യാമിയോ റോൾ ചെയ്താലും ആ സിനിമയെ കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ ചേട്ടനെ പറ്റി നമ്മൾ ഓർക്കും. ആ, ചെറിയ വേഷം എന്ന് പറഞ്ഞാൽ നമ്മള് ഫുൾ കൈ ആണെങ്കിൽ അതിന് ഹാഫ് കൈ ആക്കും. അങ്ങനെ ചെറിയ ഡ്രസ്സല്ല. അല്ല, ഇപ്പൊ നമ്മളൊരു സിനിമ എടുക്കുമ്പോഴത്തേക്കും ക്യാമിയോ റോൾ വരികയാണെങ്കിലും നമുക്കത് ഓർക്കും ആ സിനിമ എടുക്കുന്ന സമയത്ത്. അതിലൊരു എക്സാമ്പിൾ തുടരും എന്നുള്ള പടത്തില് ഒറ്റ സീനേ ഉള്ളൂ, പക്ഷെ അത് നമ്മൾ ഇപ്പോഴും ഓർത്ത് വെക്കുന്നത്. അതെങ്ങനെ അത് ബാലൻസ് ചെയ്താൽ അത് നമ്മളിലേക്ക് എത്തിക്കുന്നത് എങ്ങനെ? അതിന്റെ ഒരു ട്രിക്ക് എന്താ? അങ്ങനെ പ്രത്യേകിച്ച് ടെക്നിക്കൊന്നുമില്ല, ട്രിക്കൊന്നുമില്ല. അത് നമ്മൾ വിളിക്കുന്നു, നമ്മൾ ചെയ്യുന്നു. ഈ കൊഴുവെട്ടി മാവ എറിയുന്നവരെ അല്ല, ആ കഥാപാത്രം ശ്രദ്ധിക്കപ്പെടുന്നു, അത്രേ ഉള്ളൂ. അതിനകത്ത് വേറെ നമ്മളതിന് പ്രത്യേകിച്ച് ട്രിക്കൊന്നും അത് ഒരു പ്രിപ്പറേഷനും എടുക്കാറില്ല. ഇല്ലില്ല, ഒരു പ്രശ്നമില്ല. അല്ല, നമ്മളിങ്ങനെ ഓർക്കുമ്പോഴത്തേക്കും ഇത്രയേ ഉള്ളൂ, പക്ഷെ നമുക്കത് ആ സിനിമ പറയുമ്പോൾ നമ്മളത് ഓർക്കുകയും ചെയ്യും. അതെ, തുടരും സിനിമയിൽ ഇപ്പൊ ആ ക്യാരക്ടർ എനിക്ക് തോന്നുന്നു ലാലേട്ടൻ്റെ കൂടെ ചെയ്തുകൊണ്ടായിരിക്കണം അത്രമാത്രം എന്താ പറയാ. പിന്നെ തന്നെ ആ പടത്തിൻ്റെ ഒരു ഹൈലൈറ്റ് ക്യാരക്ടറിൻ്റെ അച്ഛനായിട്ടാണ്, മണിയൻ്റെ അച്ഛനായിട്ടാണ്. അതൊരു വലിയ കഥാപാത്രമാണ്. ആ സിനിമയുടെ ട്വിസ്റ്റ് തന്നെ അതിനകത്താണ്. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കപ്പെട്ടു എന്നുള്ളതാണ്. പിന്നെ എൻ്റെ മേക്കപ്പും കാര്യങ്ങളൊക്കെ കുറച്ച് അച്ഛനുമായിട്ട് കറക്റ്റ് ലുക്കായിരുന്നു. അതെ, ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് തന്നെ ഡബ് ചെയ്തപ്പോൾ അതിനകത്ത് അഭിനയിച്ച വേറൊരു ആർട്ടിസ്റ്റ് ഡബ് ചെയ്തപ്പോഴും അതുപോലെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ, ആ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് വോയിസ് ഉണ്ട്. അതായത് ഇവർ വന്ന് വിളിക്കുമ്പോൾ അകത്ത് എന്തോ സിനിമ കണ്ടോണ്ടിരിക്കണം. അത് ആ സിനിമ സ്ഫടികമായിരുന്നു. സ്ഫടികത്തിൽ അച്ഛൻ്റെ ഡയലോഗായിരുന്നു അവിടെ കേട്ടത്. അത് കഴിഞ്ഞ് ഈ ഡോറ് തുറന്ന് ഇറങ്ങി വരുമ്പോൾ അത് സ്ക്രിപ്റ്റിലില്ല, അഭിനയിച്ചത് പറഞ്ഞിട്ടില്ല, ഡബ് ചെയ്ത സമയത്ത് കയറ്റിയതാണത്. ഇതാര് തിലകന് വന്ന് അപ്പോഴേക്കും ആളുകൾക്ക് പെട്ടെന്ന് ഒരു ഞാൻ സത്യം പറഞ്ഞ ഞാൻ അത്ഭുതപ്പെട്ടു പോയത്, എന്നെ ഈ പടം ഇറങ്ങിയ ശേഷം ഒരാഴ്ച 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അമേരിക്കയിൽ നിന്ന് ഒരു കോൾ വന്നു. ഞാൻ ഒരു പരിചയമില്ലാത്ത നമ്പർ, അമേരിക്കൻ നമ്പർ ആയതുകൊണ്ട് എനിക്ക് പരിചയമില്ല. ഹലോ വിളിച്ചപ്പോൾ, അളിയ ശോഭി ഞാനാടാ, ഞാൻ ഇപ്പോൾ അനിലെന്ന് പറയാം, നമ്മുടെ ഒരു സുഹൃത്താണ്. ഞാൻ ചോദിച്ചു, നീ എപ്പോഴാണ് അമേരിക്കയിൽ പോയെ? ഞാനിപ്പോൾ ഇവിടെ ഉണ്ട്, ഞാൻ വേറൊരു ആവശ്യം വന്നാ, ഒരു പാതിരാത്രിക്ക് കണ്ടാ വിളിക്കുന്നത് ഇവിടുത്തെ. അപ്പം ഞാൻ ചോദിച്ചു, നീ എന്ത് ഈ സമയത്ത് വിളിക്കുന്നത്? അല്ല, എനിക്ക് വിളിക്കാതിരിക്കാൻ തോന്നിയില്ല. ഞാൻ ചോദിച്ചു, എന്തു പറ്റി? അല്ല, അതേ ഞാനിവിടെ നിന്റെ സിനിമ കണ്ടു. നമ്മൾ ഏത് സിനിമ? തുടരും. അളിയനെ കാണിച്ചപ്പോൾ ഭയങ്കര കയ്യടിയെന്ന്. ഞാൻ പറയേ, അമേരിക്കയിൽ എനിക്ക് ഇത്രയും ഫാൻസ്. സംഭവം എനിക്കല്ല കയ്യടി, അച്ഛനാണ് കയ്യടി. അപ്പോൾ അതെനിക്കൊരു വലിയ സന്തോഷമാണ്. അപ്പോൾ ആ ഒരു സന്തോഷം അവൻ അറിയിക്കാൻ വേണ്ടി ഈ പാതിരാത്രിക്ക് എന്നെ വിളിച്ചത്. അപ്പം അത് അങ്ങനെ സംഭവിക്കുന്നതാണ്, അല്ലാതെ നമുക്ക് അതിനകത്ത് യാതൊരു ട്രിക്കും ഇല്ല. ഇപ്പൊ ഞാൻ ഒരു പോസ്റ്റ് കണ്ടായിരുന്നു, മലർവാടിന്ന് സർവമായ വരെ ഉള്ളത്. ആ ഒരു ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ തന്നെ ഇട്ട പോസ്റ്റ് ആയിരിക്കും. അതെ, അങ്ങനെ ആ ജേണി ഓർക്കുകയാണെങ്കിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ആ യാത്ര ഭയങ്കര 15 വർഷമായി മലർവാടി. നിവിൻ, അജു, ഹരീഷ്, നമ്മളെല്ലാവരും കൂടെ ഓഡീഷനിൽ വന്ന ഫസ്റ്റ് പടമാണല്ലോ. അപ്പം അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരുപാട് നല്ല സിനിമകളുടെ ഭാഗമാകാൻ പറ്റി. ഒരുപാട് ആ സമയത്തൊക്കെ ഫിലിം ക്യാമറയിൽ ആയിരുന്നു മലർവാടി ഷൂട്ട്. അങ്ങനെ 2 പടത്തിൽ എനിക്ക് അഭിനയിക്കാനുള്ള ഭാഗ്യമുണ്ടായി. അപ്പോൾ പിന്നെ കുറച്ച് നല്ല ഡയറക്ടർമാരുടെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായി. സിനിമ തന്നെയായിരുന്നു. അപ്പം മുതലേ സിനിമയുടെ പുറകെ കുറേ ഓഡീഷൻസ് അറ്റൻഡ് ചെയ്യുക, അങ്ങനെ പല പരിപാടികളും, ചാൻസ് ചോദിക്കുക, ലൊക്കേഷനിൽ പോവുക, അങ്ങനെ ഒരുപാട് നടന്നതിന് ശേഷം കുറേ ഫേക്ക് ഓഡീഷൻസ് അറ്റൻഡ് ചെയ്തിട്ടൊക്കെയുണ്ട്. പൈസ നമ്മളെടുത്ത് ചോദിക്കുക. അപ്പം അതൊക്കെ കണ്ടും. പൈസ കൊടുത്തിട്ടുണ്ടോ? ഒരു പടത്തിന് ഒരു 5000 രൂപ പടമല്ല, അതൊരു സിനിമ എന്നും പറഞ്ഞാണ് ഓഡീഷനിൽ പോയത്. അച്ഛൻ 17-16 വയസ്സിലൊക്കെ. എന്നിട്ട് അവര് സിനിമ എന്നും പറഞ്ഞ് നമ്മുടെ ഓഡീഷൻ പൈസ മേടിച്ചു. ആ സമയത്ത് 5000 രൂപ വലിയ എമൗണ്ട് ആയിരുന്നു. എന്നിട്ട്
അവര് ഷൂട്ട് ചെയ്തത് കുറച്ച് പിള്ളേരെ ഒക്കെ വെച്ച് ചെറിയൊരു ഇതേപോലത്തെ ഒരു ക്യാമറയിൽ സിനിമ നമ്മളൊക്കെ അപ്പോഴാന്ന് അറിയില്ലല്ലോ. അത് കാണിച്ചത് ടെലിഫിലിമായിട്ടാണ്, ഏതൊരു ചാനലിൽ. അതോടുകൂടി ഞാൻ പൈസ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഇല്ല തന്നെ പറയും, പിന്നെ കൊടുത്തിട്ടില്ല. പിന്നെ ജെനുവിൻ ഓഡീഷനിലായിരുന്നു വിനീത് ശ്രീനിവാസന്റെ ഒരു പടം. അപ്പൊ അതില് സുരാജന്റെ കൂടെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റി. അപ്പൊ അങ്ങനെ പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇപ്പൊ ഒരു കുറെ പടങ്ങളിൽ നല്ലൊരു ക്യാരക്ടറായിട്ട് പിന്നെ ഒരു ജൈത്രയാത്രയായി. ത്രൂഔട്ട് വേഷം എന്ന് പറയുന്നത് കുറച്ചേ ചെയ്തിട്ടുള്ളൂ. വള്ളിയും തെറ്റി പുള്ളിയും തെറ്റി, ബാക്കി എല്ലാം ക്യാരക്ടർ റോളുകളാണല്ലോ. ഒരു 4-5 സീൻ അങ്ങനെ പരിപാടിയൊക്കെ ആയിരുന്നു. പിന്നെ വള്ളിയും തെറ്റി ഉണ്ടായിരുന്നു, ആട്ടം എന്നുള്ള നാഷണൽ അവാർഡ് കിട്ടിയ ഒരു സിനിമയിലുണ്ടായിരുന്നു. അത് കണ്ടിട്ടാണ് സാർ എന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് ഈ സിനിമയിലേക്ക് ഒരു ക്യാരക്ടർ സജസ്റ്റ് ചെയ്തത്. അങ്ങനെ ആ യാത്രയിൽ വള്ളിയും തെറ്റി പുള്ളിയും തെറ്റി, ഇടയ്ക്ക് വള്ളിയും തെറ്റി. അല്ല, ഇവരൊക്കെ ആയിട്ട് കമ്പനി ആയപ്പോഴേ മാനിഫെസ്റ്റേഷന്റെ പരിപാടിയൊക്കെ പഠിപ്പിച്ചു കൊടുത്തായിരുന്നു. ഇല്ല, ഇവരൊക്കെ ഓൾറെഡി ഇത് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആണോ? ചെയ്തോണ്ടോ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്തോന്നാ? അതായത് ഇപ്പൊ നമ്മളൊരു കാര്യം നടന്നിങ്ങനെ നടക്കാൻ ആഗ്രഹിച്ച് നമ്മളത് നമ്മുടെ മനസ്സിൽ നടന്നു എന്ന് പ്ലാൻ ചെയ്തിട്ട് നടക്കുന്ന കാര്യങ്ങളെ ആഗ്രഹിക്കാവൂ, അതാദ്യം പഠിക്കും. അല്ല, നമുക്ക് നടത്തിയെടുക്കാമെന്നത് അതെ എന്റെ ലൈഫിൽ ഞാനത് പ്രാക്ടീസ് ഞാൻ അങ്ങനെയല്ല, ഞാൻ നടക്കുന്ന കാര്യങ്ങളെ ആഗ്രഹിക്കാം. അതാണ് ആക്ച്വലി ഞാനിത് ഈ മാനിഫെസ്റ്റേഷൻ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്ന് അറിയണതിന് മുമ്പ് എനിക്കിത് വർക്ക് ചെയ്ത് തുടങ്ങിയ മീൻസ് എനിക്ക് വർക്ക് ചെയ്തിട്ടുണ്ട്. യോഗ ട്രെയിനറും കൂടെയാണ്. ഇത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്ന ശ്രീനാരായണ ഗുരുവിന്റെ യുവത്വം ജീവൻ ടിവിയിലാണ്. ആ സമയത്താണ് ഞാൻ യോഗയൊക്കെ പഠിക്കുന്നത്. പക്ഷെ ഞാൻ പിന്നീട് ചിന്തിച്ചപ്പം എൻ്റെ ചെറിയ പ്രായത്തിൽ ഞാൻ ഈ അനീഷ് രവി എന്ന് പറഞ്ഞിട്ട് ആക്ടർ ഉണ്ടല്ലോ സീരിയലിലേക്കുള്ള, ഈ വില്ലേജ് ഓഫീസറൊക്കെ ആയിട്ട് അദ്ദേഹം പണ്ടെപ്പോഴോ ഗുരുവായിട്ട് അഭിനയിച്ച് ദൂരദർശനിലൊരു സീരിയൽ ഞാൻ ചെറുപ്പത്തിൽ എപ്പോഴും കണ്ടിട്ടുണ്ട്. പുള്ളി ഗുരുവായിട്ട് അഭിനയിച്ചു. അപ്പം ഞാൻ അച്ഛൻ്റെ കാവുകൊണ്ടൊക്കെ എടുത്ത് പുതച്ച് അടുപ്പിൽ നിന്ന് ചാരമൊക്കെ തൂത് ഗുരുവായിട്ട് വീട്ടിൽ കാണിച്ചിട്ടുണ്ട്. അപ്പം എനിക്കത് ഓർമ്മയുണ്ട്. പക്ഷെ പിന്നീട് അതെൻ്റെ ലൈഫിൽ നടന്നു. ഞാൻ അതേ ക്യാരക്ടർ തന്നെ ജീവൻ ടി വിയിൽ അഭിനയിക്കുക എന്ന് പറയുന്നൊരു സംഭവം. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ നടന്നു. നമ്മുടെ മനസ്സിൽ വിഷ്വലൈസ് ചെയ്ത അല്ലെങ്കിൽ എപ്പോഴോ ചിന്തിച്ച കാര്യങ്ങൾ പിന്നീട് നടക്കുക. ഇപ്പോൾ ജിത്തു സാറ് അഭിനയിക്കാൻ വിളിക്കുന്നത് ഉൾപ്പെടെ തീർച്ചയായിട്ടും ചെയ്തിട്ടുണ്ട്. എല്ലാം ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നതൊക്കെ ഞാൻ അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത്. അല്ല, നിങ്ങളുടെ ടോക്കിന്റെ ഇടയ്ക്ക് ഒരിക്കൽ പോലും ഈ ഒരു സബ്ജക്ട് വന്നിട്ട് യോഗ വന്നിട്ടുണ്ട്. മാനിഫെസ്റ്റേഷൻ അങ്ങനെ ഇപ്പോഴല്ലേ കൂടുതലും, അല്ല ഇപ്പോഴാണല്ലോ ഇത് കൂടുതൽ ഫോക്കസ്ഡ് ആയത്. അതാ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് നടത്താനുണ്ട്. അല്ല, ഇതൊക്കെ ഫോക്കസ്ഡ് ആയത് ഇപ്പോഴാണ് അല്ലെ. ഈയിടെയാണ് വിഷ്വലൈസേഷൻ എന്നാണ് നമ്മൾ യോഗയിൽ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. വിഷ്വലൈസ് ചെയ്യാന്നുള്ള രീതി ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മാനിഫെസ്റ്റേഷൻ എന്നുള്ള പേരൊക്കെ വന്നത് ഇപ്പോഴാണല്ലോ കൂടുതലും. അപ്പം പറയുന്നത് വിശ്വസിക്കുന്നത് എങ്ങനെ വേണമെന്നറിയോ? വിശ്വസിക്കാൻ ഇത് പിന്നെ മനസ്സിൽ തോന്നുമല്ലോ. പിറ്റേ ദിവസം ഞങ്ങളെയൊക്കെ വിളിച്ചു പറയണം, ഞാൻ ഇന്നൊരു സംഭവം കണ്ടു, ഞാൻ എന്നെ അത് ചെയ്യും. എന്നിട്ട് അത് നമ്മൾ കണ്ടാലും നമ്മൾ വിശ്വസിക്കുള്ളൂ. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പറഞ്ഞ നമ്മളങ്ങനെ എന്തെങ്കിലും വിശ്വസിക്കുന്നത് എന്തിനാ? ഇതിപ്പോ രമേശ് ചേട്ടനെ സംബന്ധിച്ച് രമേശ് ചേട്ടന് സ്വന്തം വീട്ടിൽ പോകുമ്പോൾ നേരമില്ലാണ്ട് അഭിനയിച്ചോണ്ടിരിക്കുന്ന ഒരാൾക്ക് എന്തിനു മാനിഫെസ്റ്റേഷൻ? പുള്ളി മാനിഫെസ്റ്റ് ചെയ്യണേ കുറച്ച് റെസ്റ്റ് എടുക്കുന്ന കാര്യം മാനിഫെസ്റ്റ് ചെയ്യണം. ഞാൻ അങ്ങനെ വേണ്ട പറയുന്നത്. വിചാരിച്ചു കഴിയുമ്പോഴേ ഇത് അങ്ങനെ വന്നു കഴിയുമ്പോഴേ പറയണം, ഇന്നൊരു സംഭവം നടക്കാൻ പോകുന്നു, നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യണം. അയ്യർത്ത് ഗ്രേറ്റ് പോലെയൊക്കെയുള്ള സംഭവങ്ങൾ അങ്ങനെ പറയണം. മാനിഫെസ്റ്റേഷൻ വേറെ ലെവലിൽ എത്തിച്ചല്ലോ. പിന്നല്ല അങ്ങനെയൊക്കെ പറയണ്ടേ? പിന്നല്ല ചുമ്മാ നമ്മുടെ എല്ലാവരും ചെയ്യുന്നുണ്ട്. ഈ മാനിഫെസ്റ്റേഷൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കണ്ട. ഇപ്പം ഈ ജിത്തു സാറിന്റെ കേസ് ഞാൻ പറഞ്ഞത് ഉൾപ്പെടെ ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഇരിക്കുന്നില്ല. ഇത് നമ്മുടെ ആഗ്രഹങ്ങളുടെ ഭാഗം അല്ലേ. ഇപ്പൊ അതുപോലെ ഒരുപാട് ഡയറക്ടേഴ്സ് ഉണ്ട് നമ്മുടെ ലിസ്റ്റിൽ. അതൊക്കെ ഓട്ടോമാറ്റിക്കലി നടക്കും. അത് അതിന് വേണ്ടിയിട്ട് നിൽക്കുക എന്നുള്ളത് മാത്രമേ. ചെറുപ്പം പോലെ സിനിമാനായില്ലേ? അല്ല, നിനക്ക് സ്റ്റീഫൻ സ്പിൽബർഗിന്റെ പടത്തില് സ്റ്റീഫൻ സ്പിൽബർഗിന്റെ പടത്തിൽ അഭിനയിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടുകൂടാ? ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് ഇംഗ്ലീഷ് അത്ര പോരാ. ചിലപ്പോ നടന്നിരിക്കും. അതാണ് ആക്ച്വലി അത്. അതുകൊണ്ടാണ് അവൻ ആലോചിക്കാഞ്ഞത്. തമിഴൊക്കെ ആലോചിച്ചു. ഓക്കെ, അത് കൂടുതൽ നമുക്ക് വേണ്ട. ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ വരെയൊക്കെ ഭാഷ ഒരു പ്രശ്നമാണ്. അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുള്ളൂ. മാനിഫെസ്റ്റേഷനിൽ ഞാൻ ഈ ഭാഷ പഠിക്കുന്ന കാര്യം ചെയ്ത് നോക്കിയിട്ടില്ല. അതൊന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന പടത്തില് നോക്കണം. ഇപ്പം പ്രൊഡ്യൂസ് ചെയ്യുന്ന പടത്തിന് സ്പിൽബർഗിനെ കൊണ്ട് സംവിധാനം ചെയ്യിപ്പിക്കാൻ അവൻ കാണാൻ പോകുന്നത്. അതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ആഗ്രഹം ഇതാണല്ലോ. അപ്പൊ അതിന് വേണ്ടിട്ട് ട്രൈ ചെയ്യാന്നുള്ളേ ഉള്ളൂ. പിന്നെ ഈ മാനിഫെസ്റ്റേഷൻ ഒക്കെ ബിസിനസ് മൈൻഡിൽ നമുക്ക് പറയാമെന്നുള്ളൂ. ഞാൻ ഇനി ഒന്നും പറയുന്നത് തമാശക്ക് എങ്കിലും പറഞ്ഞാൽ ഇത് ചിലപ്പോൾ സംഭവിച്ചെങ്കിലോ പിന്നെ നമ്മുടെ കാര്യം കേട്ടല്ലേ പബ്ലിക്കായിട്ടാ പറയുന്നത്. അതുകൊണ്ട് ഓക്കെ ചേട്ടൻ ഇതുവരെ ഡബ് ചെയ്തതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രിപ്പറേഷൻ വേണ്ടി വന്നത് ഏതൊരു ക്യാരക്ടറിനായിരിക്കും? അങ്ങനെ
എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഇന്ന ക്യാരക്ടറിന് ഞാൻ ഇത്രയും പ്രിപ്പറേഷൻ എടുക്കണം എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ അവിടെ ചെല്ലുമ്പോഴാണല്ലോ നമുക്ക് ഏതാണ് ക്യാരക്ടർ എന്താണെന്ന് അറിയുന്നത്. അപ്പം നമ്മളതിന് ചെയ്യുന്നത് നമ്മൾ സംവിധായകനോട് ആ കഥാപാത്രത്തെക്കുറിച്ച് ചോദിക്കുക, മനസ്സിലാക്കുക, ആ സംവിധായകൻ പറയുന്നത് കേൾക്കുക എന്നുള്ളത് മാത്രമാണ് അതിനകത്ത്. അല്ലാതെ നമുക്ക് പ്രിപ്പയർ ചെയ്ത് പോകാൻ പറ്റില്ല. കാരണം അവിടെ ചെല്ലുമ്പോൾ വേറെ ആയിരിക്കും, നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കില്ല അവിടെ ചെല്ലുമ്പോൾ. അപ്പോൾ അതിപ്പോൾ സ്ട്രേറ്റ് സിനിമയായാലും ഡബ്ബിങ് സിനിമയായാലും, പണ്ടൊക്കെ ഡബ്ബിങ് സിനിമ എന്ന് പറയുന്നത് അവിടെ റിലീസ് ചെയ്ത്, ഇപ്പോൾ തെലുങ്ക് സിനിമയാണ്, തെലുങ്കിൽ റിലീസ് ചെയ്ത് ഹിറ്റായ സിനിമകൾ മലയാളത്തിലേക്ക് ഡബ് ചെയ്തിട്ട് റിലീസ് ചെയ്യുന്ന പരിപാടിയായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം എല്ലാം ഒരേ സമയത്ത് എല്ലാ ലാംഗ്വേജിലും റിലീസ് ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ നമ്മൾ സിനിമകളെല്ലാം ഇപ്പോൾ തെലുങ്ക് സിനിമ ഡബ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ പോയി മലയാളത്തിലേക്കും ഡബ് ചെയ്യുകയാണ്. ഇപ്പോൾ ലാസ്റ്റ് ചെയ്ത് ടോക്സിക് എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ ബോംബെയിൽ പോയി അതുകൊണ്ടാണ് നമ്മൾ അവിടെ പോയി ചെയ്യേണ്ടി വരുന്നത്. അല്ലെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരും. ഇതിപ്പോൾ ഒരേ സമയം റിലീസായതുകൊണ്ട് ഇത് ലീക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ വേറെ സ്ഥലത്തേക്ക് കൊണ്ടുവരില്ല, അവിടെ തന്നെ ചെയ്യുകയോ ചെയ്യും. അപ്പം അങ്ങനെ ഹൈദരാബാദിലും ബാംഗ്ലൂരും അതുപോലെ തന്നെ ബോംബെയിലൊക്കെ പോയി ഡബ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഇപ്പോൾ ഉണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് പ്രിപ്പറേഷൻ ചെയ്ത് പോകാൻ പറ്റില്ല. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്നു. ഇപ്പോൾ ഒരു അതർ ലാംഗ്വേജ് ആണെങ്കിൽ നമുക്ക് മാക്സിമം ആ ലിപ്പ്, അതായത് ഇപ്പോൾ തെലുങ്കിൽ ലിപ്പിൽ നമ്മൾ മലയാളം ഡബ് ചെയ്യണം. സ്വാഭാവികമായിട്ടും കുറച്ചൊക്കെ നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും, അല്ലേ? കോംപ്രമൈസ് ചെയ്യാതെ ചെയ്യാൻ പറ്റില്ല. കാരണം അതിന് ഏറ്റവും വലിയ ഉദാഹരണം തെലുങ്കിൽ, ഇപ്പം മലയാളത്തിൽ നമ്മൾ ഇല്ല എന്ന് പറയുന്നതിന് തെലുങ്കിൽ കാതു എന്നാണ്. അപ്പൊ കാതു ലിപ്പ് ഇങ്ങനെ ഇരിക്കുന്നത്, ഇല്ല. ഇതെങ്ങനെ ചെയ്യും? അപ്പൊ കാതു എന്നവർ പറഞ്ഞേക്കുന്നത് നമ്മൾ ഇല്ല എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അതെങ്ങനെ പറയാൻ പറ്റും? എനിക്കൊന്ന് ബാഹുബലി സിനിമയിൽ ഈ കാതു എന്നൊരു വാക്കില്ല. അവരത് പർപ്പസ്ഫുള്ളി മലയാളത്തിൽ ഡബ് ചെയ്തുകൊണ്ട് അങ്ങനെ മലയാളവും കൂടി അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിലാണെന്ന് തോന്നുന്നു അത് എഴുതിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ബാഹുബലിയാണ് എനിക്ക് തോന്നുന്നു ബദ്രീനാഥ് എന്ന് പറയുന്ന പടം തൊട്ടാണെന്ന് തോന്നുന്നു ഈ വേൾഡ് വൈഡ് റിലീസ് തുടങ്ങിയത്. എല്ലാ ലാംഗ്വേജും ഒരേ സമയത്ത് റിലീസിങ് തുടങ്ങിയത് ബദ്രീനാഥ്. അത് ഹൈദരാബാദിലായിരുന്നു ഡബിങ്. ബാക്കിയെല്ലാം അത് കഴിഞ്ഞ് പിന്നെ ഉള്ള എല്ലാം ഒരേ സമയത്ത് തന്നെയാണ്. നമ്മളിപ്പോൾ ഈച്ച എന്ന് പറയുന്ന സിനിമ ഞാൻ ഡബ് ചെയ്യുന്ന സമയത്ത് ഈച്ചയില്ല, ഈച്ച എന്നൊരു സംഭവമേ ഇല്ല. ആ ഗ്രാഫിക്സിലാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ അയാളുടെ ചെവിയിൽ വന്ന് ഈച്ച അയാളെ ബുദ്ധിമുട്ടിക്കുന്ന, അതായത് സുദീപിൻ്റെ ക്യാരക്ടർ ഈച്ച ചെവിക്കകത്ത് വന്ന് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഇയാളുടെ റിയാക്ഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഈച്ച ഇല്ലാതെയാണ് ഞാൻ ചെയ്തത്. അത് തെലുങ്ക് അവർ ചെയ്തേക്കുന്ന പോലെ തന്നെ നമ്മളും ചെയ്തു. അതിനുശേഷമാണ് ഈച്ചയെ ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് കൊണ്ടുവന്നത്. അപ്പോൾ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. ഡബിങ് ഓർ ആക്ടിങ് ഒരെണ്ണം ചൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ചെയ്യുക? ഡബിങ്ങും ആക്ടിങ്ങും ഒരെണ്ണം ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ആക്ടിങ് തന്നെ ചൂസ് ചെയ്യുള്ളൂ. കാരണം എനിക്ക് എൻ്റെ പാഷൻ അല്ലെങ്കിൽ എനിക്കിഷ്ടം ആക്ടിങ് തന്നെയാണ്. പക്ഷേ എൻ്റെ അന്നം എന്ന് പറയുന്നത് ഡബിങ് ആണ്. അതുകൊണ്ട് ആ തരത്തിൽ നോക്കുമ്പോൾ രണ്ടും ചൂസ് ചെയ്യും. അതല്ല പാഷനാണ് ചൂസ് ചെയ്യാൻ പറയുന്നതെങ്കിൽ ആക്ടിങ് ആണ്. ജനനായകനും ആ സമയത്താണെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഒരുമിച്ചൊരു മത്സരം വരൂ? അത് നമ്മൾ സമ്മതിക്കില്ല. ഒരിക്കലും കേരളത്തിൽ സമ്മതിക്കില്ല. എന്ത് സമ്മതിക്കില്ല? ഏത് ജനനായകനോ ദൃഢോ? ദൃഢം തന്നെയാണ്. അല്ല, ജനനായകനെ നമ്മൾ പേടിക്കുന്നില്ല. ഓക്കെ, അതിന്റെ പേടിക്കുന്ന അങ്ങനെയൊന്നും. നമുക്ക് നമ്മുടെ സിനിമയിൽ വിശ്വാസമുണ്ട്. അതാണ് നമ്മുടെ ദൃഢം. ഓക്കെ, എല്ലാവിധ സക്സസും ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്. നമസ്കാരം. എല്ലാവരും വന്ന് സിനിമ തിയേറ്ററിൽ കാണുക. അതെ, എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി തന്നെ കാണുക. മലയാളി പ്രേക്ഷകരാണ് നമ്മുടെ ശക്തി. അവരാണ് സിനിമകൾ വിജയിപ്പിക്കുന്നത്. ഇപ്പോൾ വാഴ സിനിമ വിജയിപ്പിച്ച പോലെ ദൃഢമായി തന്നെ വിജയിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല എന്നുള്ളൊരു വിശ്വാസം നമ്മുടെ ടീമിന് എല്ലാവർക്കും ഉണ്ട്. അതെ, സമയം മെനക്കെടുത്തി എന്ന് ഒരിക്കലും പറയില്ല. നല്ലൊരു സിനിമ അത് നിങ്ങൾക്ക് ഫലവത്തായിരിക്കും. ഓക്കെ, താങ്ക് യു.